ടീനേജേഴ്സ് മുതൽ ഒരു 40-45 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ ഒരുപോലെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു സാധനം എന്താണെന്നറിയോ? ഹലോ ഗായ്സ്, ഞാൻ ലാസ്റ്റ് മലേഷ്യയിൽ പോയപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നറിയണ്ടേ? ഹോൾ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഫാമിലി, ഞാൻ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഹസ്ബൻഡ് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും ഗിഫ്റ്റ് ചെയ്തില്ല. യെസ്, നിങ്ങൾക്ക് മനസ്സിലായി, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ഫാമിലി വ്ളോഗിങ് ഒക്കെ. അതിൻ്റെ കാരണം, അതിൻ്റെ സൈക്കോളജി, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ, ഫാമിലി വ്ളോഗിങ് ഇതൊക്കെ മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്നോ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഈ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മുതൽ, ടീനേജ് കുട്ടികൾ മുതൽ ഇതിൽ അഡിക്റ്റഡ് ആണ്. നമ്മുടെ എന്തും ഒരു ഇൻ ആൻഡ് അറൗണ്ട് ഒരു 7 hours ആണ് നമ്മൾ ഈ സ്ക്രീൻ അല്ലെങ്കിൽ വ്ളോഗിങ് ഇതൊക്കെ കാണാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം 3 ബേസിക് സൈക്കോളജി കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തതാണ് മിറർ ന്യൂറോൺസ്. ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് എംപതി ഫീൽ ചെയ്യുക. അതായത് ഇവർക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു, ഇവർക്ക് ദേഷ്യം വരുമ്പോൾ നമുക്കും ദേഷ്യം വരുന്നു. ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മിറർ ന്യൂറോൺസ് ഉള്ളത് കൊണ്ടാണ്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് മങ്കീസിലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവർ കാറ് വാങ്ങിക്കുന്നു, അവർക്ക് ഭയങ്കര സന്തോഷം, എന്തോ ഒരു അച്ചീവ് ചെയ്ത പോലെ തോന്നും. നമുക്ക് സെയിം ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? പുള്ളിക്കാരി പ്രസവിക്കുന്നു, കുഞ്ഞുണ്ടാവുന്നു, സെയിം നമ്മളും ആ മദർഹുഡിലൂടെ പോയ കാര്യങ്ങളൊക്കെ നമ്മളും അത് എംപത്തൈസ് ചെയ്യുന്നു, നമുക്ക് അതൊക്കെ ആ ഫീലിംഗ് വരുന്നു. രണ്ടാമത്തെ കാര്യമാണ് ഇമോഷണൽ കണ്ടേജിയൻ. അത് ഒരു സെൽഫ് ഡിസ്ക്ലോഷർ തിയറി എന്ന് പറയും. അതായത് പതുക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടിലെ ഹാപ്പിനെസ് എന്താണ്, എന്തൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ട് നമ്മളും അവരുടെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പിക്കുക. അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നമ്മൾ വളരെ അടുത്ത ആൾക്കാരാണെന്നൊക്കെ തോന്നിപ്പിക്കുക. അതിലൂടെ നമ്മൾ വീണ്ടും കാണാനായിട്ടുള്ള ഒരു അഡിക്ഷൻ അതുണ്ടാക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഡോപ്പമിൻ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഡോപ്പമിൻ ഹോർമോണാണ് നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് പ്ലഷർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഡോപ്പമിന് ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ഒരു റിവാർഡ് കിട്ടിക്കഴിയുമ്പം, അതായത് ഈ വ്ളോഗിങ് കണ്ട് അതിൻ്റെ എൻഡിലേക്ക് എത്തും തോറും ഈ ഡോപ്പമിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ തോന്നും അടുത്ത പ്രാവശ്യവും. കാരണം നമുക്ക് ഈ ഡോപ്പമിൻ ലെവൽ കൂട്ടിക്കൊണ്ട് വരണം നമ്മുടെ ബ്രെയിന്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വ്ളോഗും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഇവർ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. എന്താ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ വ്ളോഗിങ്ങിനോട് അഡിക്ഷൻ തോന്നുന്നത്. നമസ്കാരം.